ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് പ്രമോദ് മോഹൻ. സവാരി ഓൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓൾ കേരള ട്രാവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഞാനിപ്പം നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ, അതായത് KL14, നമ്മുടെ KL14 കാസർഗോഡ് ജില്ലയുടെ നമ്മുടെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള, അതായത് തുടക്കത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, മംഗലാപുരം കാസർഗോഡ് ബോർഡർ, കേരള ബോർഡറിലെ തലപ്പാടി എന്ന് പറയുന്ന ലാസ്റ്റ് പ്ലേസിലാണ് ഞാനുള്ളത്. അപ്പോൾ നമുക്കവിടെ ദൂരെ തലപ്പാടി ചെക്ക് പോസ്റ്റും അതുകൂടാതെ അവിടുത്തെ ടോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കേരള ട്രാവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായ കാസർഗോഡിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ടില്ലേ, അങ്ങ് ദൂരെ അത് നേരെ കാണുന്ന അവിടെയാണ് ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റും പിന്നെ ഇതിൻ്റെ പഴയ RTO ചെക്ക് പോസ്റ്റൊക്കെ പുറകിലായിരുന്നു കേരളത്തിൻ്റെ. ഇവിടെ കർണാടകയുടെ വരും. അപ്പോൾ ഇവിടെ തലപ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ ദൂരെ നമുക്ക് അവിടെ ടോളും കാര്യങ്ങളും കാണാൻ പറ്റും. ആ ടോൾ ഗേറ്റും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കയറി എത്താൻ പോകുന്നത് കർണാടക സ്റ്റേറ്റിലേക്കാണ്. സോ ഇതാണ് കേരള കർണാടക ബോർഡർ, തലപ്പാടി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീഡിയോ, കാസർഗോഡ് ജില്ലയുടെ വീഡിയോ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പം ഇലക്ഷൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറച്ച് എണ്ണ അടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത്. നമുക്ക് ഇവിടെ നേരെ തിരിച്ച് നേരെ കാണുന്നത് ചെക്ക് പോസ്റ്റ് ആണ്. ഒരുപാട് തവണ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുതൽ അങ്ങോട്ട് കേരളം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം, മുമ്പ് കൊറോണ സമയത്ത് ഇവിടെയാണ് ഒരു ഭയങ്കരമായ ചെക്കിങ് കാര്യങ്ങളുണ്ടായ സ്ഥലം. അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് അല്ലെങ്കിൽ അന്തർ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ഇവിടുന്ന് പിടിച്ച് ചെക്ക് ചെയ്ത് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി ക്വാറന്റൈൻ ഒന്നും പറയണ്ട. അങ്ങനെ ആ ഒരു കൊറോണ കാലത്ത് ശരിക്കും അനുഭവിച്ച ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേ 66ന്റെ വർക്ക് കേരളത്തിൽ ഇപ്പം ശരിക്കും ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന 1-2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടെ അതായത് ലൈൻസും കാര്യങ്ങളൊന്നും വരച്ചിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ഏരിയ ഒന്ന് ഫുള്ളായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇപ്പം ഓപ്പണായി കിട്ടിയിട്ടുള്ള മാഹി ബൈപ്പാസ്, പിന്നെ മറ്റ് കുറച്ച് സ്ഥലങ്ങളിൽ ഇതേപോലെ ലൈൻസ് ഒന്നും ഇല്ലാതെ കുറച്ചായിട്ട് എല്ലായിടത്തും തീർന്നിട്ടുണ്ട്, എല്ലാ ജില്ലകളിലും തീർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് ഉള്ളത്. അതിൻ്റെ തുടങ്ങി. അപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് ഏകദേശം 1-2 സ്ഥലങ്ങളായിട്ട്, അത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ നാഷണൽ ഹൈവേ 66 പോകുന്നത് കോസ്റ്റൽ ഹൈവേ എന്നും പറയാം, കോസ്റ്റൽ സൈഡിലേക്കൂടെയാണ്. അതേപോലെ കാസർഗോഡ് ജില്ലയ്ക്ക് വേറൊരു സൈഡുണ്ട്, പിന്നെ ഹിൽ സ്റ്റേഷൻ ഏരിയാസ്. ആ ഒരു സൈഡിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് വാ. കാസർഗോഡ് ജില്ലയുടെ മലയോര സൈഡായിട്ടുള്ള കണ്ണൂർ കാസർഗോഡിൻ്റെ മറ്റൊരു ബോർഡറാണ് ഈ ചെറുപുഴ ഏരിയ. ഈ ചെറുപുഴ ഏരിയയിലെ നിന്ന് അവിടെ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് കാസർഗോഡിൻ്റെ ഈ ഒരു സൈഡിലേക്ക് എത്താൻ പറ്റുക. ഇത് നമുക്ക് നേരെ പാണത്തൂര്, ബന്തെടുക്ക, ഇങ്ങനെ, അതായത് കാസർഗോഡ് ജില്ലയുടെ മലയോര സൈഡ്. ഇപ്പോൾ കർണാടക ബോർഡർ ഏരിയയാണ് ഈ ഒരു സൈഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് ട്രാവൽ ചെയ്ത് പോവാം. കാസർഗോഡ് ജില്ലയിൽ പ്രധാനമായിട്ട് 2 സൈഡാണ്. ഒന്ന് കോസ്റ്റൽ സൈഡും പിന്നൊന്ന് ഈ ഹിൽ സ്റ്റേഷൻ ഏരിയാസും, അതായത് കർണാടക ബോർഡറിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ അതിലെ കർണാടകയുടെ ബോർഡറായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളിലെ ഒരു സ്ഥലങ്ങളാണിത്. ചിറ്റാരിക്കാല്, പാണത്തൂര്, ബളാല്, അതേപോലെ ബദിയടുക്ക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് റാണിപുരം ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക.
കാസർഗോഡ് ജില്ലയിൽ ഈ കുടിയേറ്റ കർഷകർ, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പണ്ട് തിരുവിതാംകൂറിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന, തിരുവിതാംകൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം, പത്തനംതിട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിയേറി വന്നിട്ടുള്ള കുടുംബങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക. കൂടുതലായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതലും. കൂടുതൽ നല്ല കൃഷി എന്ന് പറയുന്നത് മെയിനായിട്ട് റബ്ബർ, തെങ്ങ്, കവുങ്ങ്, ഈ ഒരു കാര്യങ്ങൾ. മുമ്പ് റബ്ബറായിരുന്നു കൂടുതൽ, അതിന് കുറച്ച് വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കവുങ്ങ് കൃഷിയിലേക്കും മറ്റെല്ലാം മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും റബ്ബർ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നേരെ ചിറ്റാരിക്കാല്, പിന്നെ കടുമേനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇതുവഴി പോകാൻ പറ്റുക. അപ്പം നമ്മൾ നേരെ പോയിട്ട് കണക്റ്റ് ആവുന്നത് ചിറ്റാരിക്കാലിലാണ്. ചിറ്റാരിക്കാലിന് നേരെ പിന്നെ പാണത്തൂര് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വഴിയിൽ കൂടിയെല്ലാം ഇന്ന് സഞ്ചരിക്കണം. ചിറ്റാരിക്കാല് ടൗണിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടുത്തെ ബാക്ക് സൈഡ് കാണുന്നില്ലേ, ഭയങ്കര ഒരു ഹിൽ ടോപ്പും കാര്യങ്ങളൊക്കെ, ഫുൾ റബ്ബറും കാര്യങ്ങളാണ്. കുറേ എസ്റ്റേറ്റുകൾ ഉണ്ടാവും, പിന്നെ കുറേ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാണത്തൂര് ഇങ്ങോട്ടാണ് പോകാൻ പറ്റുക. അപ്പം ഞാൻ നേരെ പാണത്തൂരേക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഭൂമിയുടെ അറ്റെന്നൊക്കെ പറയാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ, അത്രയും ദൂരമാണ്. നമുക്ക് കണ്ണൂർ ഇപ്പം നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടാണ് ഇവിടുത്തെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പിന്നെ എയർപോർട്ട് വന്നിട്ട് ഒന്ന് മംഗലാപുരമാണ്, പിന്നെ ഒന്ന് നമ്മുടെ സ്വന്തം കണ്ണൂരിൻ്റെ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ കൂടുതലായിട്ട് മംഗലാപുരം ആയിരിക്കും പോവുക. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാടായിരിക്കും. അപ്പോൾ എന്നിരുന്നാലും ബസ് സർവീസും കാര്യങ്ങളൊക്കെ KSRTC ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ഒരുപാട് KSRTC ബസ്സുകളും കാര്യങ്ങളുടെ കുറേ ലോങ് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും KSRTC ബസ്സുകളാണെങ്കിലും ഈ പാണത്തൂരിൽ നിന്ന് ഹോളി മേരി ഒക്കെ പോലെയുള്ള കുറേ പഴയ, ഞാനൊക്കെ മുമ്പ് ചെറുപ്പത്തിൽ കോട്ടയം പാലയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരുപാട് കോട്ടയം പാല വണ്ടികൾ, ബസ്സുകൾ ഇവിടുന്ന് ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണി മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പാണത്തൂർ സൈഡിലേക്കുള്ള റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും കാണുന്നില്ലേ, ഇത് ഈ കയറ്റം കയറി പോകുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം റബ്ബറാണ്, വലിയ റബ്ബർ തോട്ടമാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഇത്തരം നല്ല ഹിൽ ഏരിയാസും അതുപോലെ നമ്മുടെ നേരെ അപ്പുറത്തെ സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റൽ സൈഡും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങൾ, റാണിപുരം പോലെയുള്ള കുറേ നല്ല നല്ല സ്ഥലങ്ങൾ, പിന്നെ നല്ല നല്ല അമ്പലങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ ഉണ്ട്. ഈ സ്ഥലങ്ങളിലൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് ഈസ്റ്റളേരി പഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അതിൽ നമ്മൾ പാണത്തൂരേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ചെറിയൊരു പോർഷൻ. അപ്പോൾ അവിടെ വലിയ വീതി കൂടിയ റോഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആയതുകൊണ്ടിരിക്കുക. എന്നാൽ ഇപ്പോൾ ഒരു കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്താൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നല്ല മെക്കാഡുണ്ടാക്കി വീതി കൂടിയ റോഡ് ചെയ്തു. ഇവിടുന്ന് റൈറ്റിലേക്ക് അതിരുമാവ് രൂപതയുടെ ഒരു പള്ളിയും കാര്യങ്ങളായിരിക്കണം അങ്ങോട്ടുണ്ട്. നമ്മൾ വലിയൊരു കയറ്റം കയറി വന്നിട്ട് നമ്മൾ ഇനി ഇറങ്ങാൻ തുടങ്ങി. നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ റോഡ് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഹില്ലേരിയ, എന്ത് രസമല്ലേ. ഒന്നും പറയാനില്ല. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്ലാസ് സ്ഥലമാണ്. ഇതിനടുത്താണ് റാണിപുരം ഹിൽ സ്റ്റേഷൻ വരുന്നത്. ഈ റോഡിൽ തന്നെ പോയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. എന്ത് ഭംഗിയാണ് അതാ റോഡും സ്ഥലവും. മഴക്കാലത്തൊക്കെ വരണം ഈ ഭാഗത്ത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണിത്, റാണിപുരം ബേസ് ചെയ്തിട്ട്. ഇവിടുന്ന് ഇനി ലെഫ്റ്റിലേക്കാണ് മാലോം, കൊന്നക്കാട്, വെള്ളരിക്കുണ്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത്. നല്ല അടിപൊളി രസമുള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ട്. ഇപ്പോൾ ഒന്നാമത് ചെറിയ 1-2 മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്
കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റേ അധികം ചൂട് ഇങ്ങോട്ട് ഏറ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഉണ്ട്, ചൂടിപ്പോൾ കേരളത്തിൽ മൊത്തത്തിലുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ ഒരു 1-2 മഴ പെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു രസമുണ്ട് ഇങ്ങോട്ട്. ഇപ്പം ബളാൽ പഞ്ചായത്തിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഈസ്റ്റേൺ ഏരിയയിൽ നിന്ന് നേരെ ബളാൽ പഞ്ചായത്തിലേക്ക് എത്തി. നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തന്നെയാണ് പോകേണ്ടത്, പാണത്തൂർ. ഇത് മലയോര ഹൈവേ ആണ്, ഹിൽ ഹൈവേ ആണിത്. മാലോം ഇതെല്ലാം ഈ ഒരു റൂട്ടിൽ തന്നെയാണ്. നമ്മളിപ്പോൾ മാലോം എന്ന് പറഞ്ഞ ടൗണിലെത്തി. മാലോത്തിൽ നിന്ന് റൈറ്റിലേക്കാണ് പാണത്തൂർ പോകേണ്ടത്. സ്ട്രൈറ്റ് പോയിട്ട് പോകാൻ തോന്നുന്നു. കുറച്ച് ദൂരം ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റും. ഇത് പാണത്തൂരേക്കുള്ള ഒരു ഷോർട്ട് കട്ട് പോലെയാണ്. നമുക്ക് ഈ റൂട്ടിൽ പോകാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്രാമങ്ങളിലേക്കൂടെ നമുക്ക് പോകാമല്ലോ. ഇത് നേരെ ഇങ്ങനെ പോകുന്നത് സുള്ളിയ, പാണത്തൂര് ആ ഏരിയ. സുള്ളിയ കേട്ടിട്ടുണ്ടാവില്ലേ? ഏകദേശം അങ്ങ് കർണാടകയുടെ ബോർഡർ എത്തി. കർണാടകയുടെ ബോർഡറാണ് സുള്ളിയ. അപ്പോൾ നമുക്ക് പറ്റിയ ആ സ്ഥലങ്ങളിലേക്കൂടെ എല്ലാം പോകണം. ഇപ്പോൾ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ മെയിനായിട്ട് കാസർഗോഡ് ടൗണും അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കാസർഗോഡ് എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തൊണ്ടി മുതൽ ദൃക്സാക്ഷി സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള കുറച്ച് ഈ ചെങ്കൽപ്പാറ ഏരിയ, ഇതൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഒരു പിന്നോക്ക ജില്ലയായിട്ടാണല്ലോ എല്ലാവരുടെയും മൈൻഡിലുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അത് കൂടാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും നല്ല ഡെവലപ്മെൻ്റ് ആണ്, നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. വിഷു ഇങ്ങ് എത്താറായി. നല്ല അടിപൊളി ഒരു കണിക്കൊന്ന. ഈ ഭാഗത്ത് ഒരുപാട് ഹോം സ്റ്റേസും കാര്യങ്ങളും ഉണ്ട്. കാരണം ഇത് നല്ലൊരു ഹിൽ സ്റ്റേഷൻ ഏരിയ ആണ്. അപ്പം റാണിപുരം മറ്റൊക്കെ ബേസ് ചെയ്തിട്ട് ഇവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ കാണുന്ന മരം ഇത് ജാതിമരമാണ്. അതിൽ ജാതിക്ക വിളഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഇത്ര തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കൃഷി, നല്ല വരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ജാതിമരമാണ്. ഇത് നല്ല സ്ഥലത്ത് സൈഡാക്കിയിട്ട് നമുക്ക് നോക്കാം. ആ ജാതി അതിൽ വിളഞ്ഞ് നിൽപ്പുണ്ട്, ഇഷ്ടംപോലെ അടിപൊളിയായിട്ട് വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ഉണ്ടാകും. അപ്പോൾ ഇവിടെ മൊത്തം അങ്ങനെയുള്ള കൃഷിയാണ്. അതല്ലേ, ഒരു സൈഡ് കംപ്ലീറ്റ് ജാതി കൃഷിയാണ്. താഴോട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇത്. അപ്പോൾ നമുക്ക് പതുക്കെ വീണ്ടും പോവാം. നമ്മൾ കുറേ കയറ്റവും ഇറക്കവും എല്ലാം കയറി ഇറങ്ങി ചെറിയൊരു ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു നിഗൂഢത ഉണ്ടല്ലേ, ഭയങ്കര ഒരു റോഡൊക്കെ ഭയങ്കര റോഡ് സൈഡൊക്കെ കാട് കയറിയിട്ട്, ഇത് ഫോറസ്റ്റാണ്, ഫോറസ്റ്റിൻ്റെ ഒരു സൈഡാണ്. ഭയങ്കര ഇത്ര പകല് പോലും നമുക്ക് ചെറിയൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വഴി വല്ലപ്പോഴും പോകുന്ന ചില വണ്ടികൾ, റാണിപുരം അല്ലെങ്കിൽ അങ്ങോട്ടോ പാണത്തൂരിൽ വരുന്ന വണ്ടികളോ, ഇവിടെയും ഈ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചില വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒറ്റപ്പെട്ട ചില വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു രസമാണ്. കാരണം ഒരു വീടും പിന്നെ കുറേ സ്ഥലവും. അപ്പോൾ അവർക്ക് അവരുടെ മെയിൻ ഇത് വരുമാനം ആ കൃഷിയും കാര്യങ്ങളും റബ്ബറും മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം സ്ഥലം ഉണ്ടാവും ഇവിടെ. ഇതൊരു ഫോറസ്റ്റിൻ്റെ ചെറിയൊരു പോർഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാലോത്തുനിന്ന് പാണത്തൂരേക്കുള്ള ബളാൽ വഴിയുള്ള ഒരു റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നേരെ പോയാൽ കോളിച്ചാലി, കാഞ്ഞങ്ങാട് 40 കിലോമീറ്റർ. പിന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കള്ളാറ് 7.8 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് നേരെ ഈ കോളിച്ചാൽ റൂട്ടിലേക്കാണ് പോകേണ്ടത്. ഈ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭയങ്കര മോശമായിരുന്നു. ഞാൻ മുമ്പ് വന്നതാണ്. ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് റാണിപുരത്തേക്ക് പോകാനുള്ള ഒരു സ്ഥലം കാണുക. അപ്പോൾ ഈ റാണിപുരത്തിൻ്റെ വീഡിയോ, റാണിപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ
ഊട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മഴക്കാലത്ത് ഭയങ്കര വൈബാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ റാണിപുരം വീഡിയോ കാണാൻ പറ്റും. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ ഏരിയ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പുറത്തുള്ളവർക്ക് അറിയില്ല. ഇവിടെയൊക്കെ വരണം. അപ്പം നിങ്ങൾ സമയം കിട്ടുമ്പം കയറിക്കോ മക്കളെ. അടിപൊളി വൈബ് സ്ഥലമാണ്. നമ്മളങ്ങനെ ഒരു സ്ഥലത്തെത്തി, പാണത്തൂരിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാണത്തൂർ 13 കിലോമീറ്റർ, അതുപോലെ കോളിച്ചാൽ 1 കിലോമീറ്റർ. കോളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒടയഞ്ചാൽ 13 കിലോമീറ്റർ, കാഞ്ഞങ്ങാടേക്ക് എത്താൻ 31 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് കോളിച്ചാൽ പോയിട്ട് അവിടെ നേരെ പാണത്തൂർ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ റോഡുകൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ക്ലാസ് റോഡുകളാണ്. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡുകളാണ് ഇതെല്ലാം. അപ്പോൾ അതുപോലെ സ്ഥലങ്ങളാണെങ്കിലും ടൗണുകളാണെങ്കിലും ഭയങ്കര ഡെവലപ്ഡ് ആണ്. നമ്മളിപ്പോൾ കോളിച്ചാലിലെത്തി. അപ്പോൾ കോളിച്ചാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് പാസ് ചെയ്യുമ്പം നേരെ കാണുന്നത് പാണത്തൂരേക്കുള്ള റോഡാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബന്തെടുക്ക, അങ്ങനെ ബന്തെടുക്ക, ബദിയെടുക്ക, അങ്ങനെ പോകുന്ന കാസർഗോഡേക്ക് പോകുന്നൊരു റൂട്ടാണത്. അപ്പോൾ നമുക്ക് നേരെ പാണത്തൂർ പോവാം. കാരണം കാസർഗോഡ് ജില്ലയുടെ എക്സ്ട്രീം എൻഡ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒരു വേറൊരു സൈഡാണത് പാണത്തൂർ. അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോകാനുണ്ടാകും കാസർഗോഡിൻ്റെ ഒരു കർണാടകയുടെ ബോർഡറിലേക്ക്. പിന്നെ വേറൊരു സൈഡ് തലപ്പാടിയാണ്. പിന്നെ വേറൊരു സൈഡ് നമ്മുടെ എന്താ പറയുക പയ്യന്നൂർ എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നീലേശ്വരം കഴിഞ്ഞ നീലേശ്വരം ഏരിയ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഈ പാണത്തൂരും ഈ ഒരു വഴിയാണ് നമുക്ക് തലക്കാവേരി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിലാണ് പോകേണ്ടത്. റൈറ്റിലേക്കാണ് റാണിപുരം. ഇവിടുന്ന് ഏകദേശം 9 കിലോമീറ്ററാണ് റാണിപുരത്തേക്ക്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ഇങ്ങോട്ട് പോകും. ഇതാണ് പാണത്തൂരേക്കുള്ള റോഡ്. നമ്മളങ്ങനെ പാണത്തൂർ ടൗണിലെത്തി. അപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ ഭാഗമണ്ഡല, സുള്ളിയ, തലക്കാവേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ കർണാടകയായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് പാണത്തൂർ ടൗൺ. ഇതാണ് ഇവിടുത്തെ ബോർഡർ. ഇപ്പോൾ ഇവിടെ കേരള പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാണത്തൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, പഴയ ബസ് സ്റ്റാൻഡ് ഏരിയ. ഇവിടുന്ന് ഇനിയും ഉണ്ടാവും. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയ മടിക്കേരി, പിന്നെ ലെഫ്റ്റ് 22 കിലോമീറ്റർ സുള്ളിയ. അങ്ങനെ പാണത്തൂരിൽ നിന്ന് ഞാൻ നേരെ മാലോം സൈഡിലേക്ക് വന്നിട്ട് നേരെ ബന്തെടുക്ക, മാണിമൂല, കുറ്റിക്കോൽ റൂട്ടിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബന്തെടുക്ക വഴി നേരെ കാസർഗോഡ്. അങ്ങനെ നമുക്ക് പോവാം. നമ്മളങ്ങനെ ബന്തെടുക്ക എത്തി. ബന്തെടുക്ക ചെറിയൊരു ടൗണാണ്. ആ ബന്തെടുക്ക കഴിഞ്ഞ് നേരെ ഈ റോഡ് സ്ട്രെയിറ്റ് പോയാൽ കാസർഗോഡാണ്. നമ്മൾ കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡിൻ്റെ മറ്റൊരു സൈഡ്, അതായത് ഈ ചെങ്കൽപ്പാറകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിലേക്കുള്ള ഒരു മേഖല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ ഒരു ഇത് മാറുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ കുറ്റിക്കോലെത്തി. അങ്ങനെ കുറ്റിക്കോലിൽ നിന്ന് ഞാൻ ബോവിക്കാനം വഴി കാസർഗോഡേക്ക് പോകാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഒരു വലിയൊരു മലയുടെ മോൾത്തട്ട് പോലെയാണ്. എന്നാൽ അങ്ങനല്ല, ഇതൊരു ഏകദേശം ഒരു പ്ലെയിൻ ഫ്ലാറ്റ് ഏരിയ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയൊക്കെ മാറി മാറി വന്നു. കുറച്ച് ഈ ചെങ്കൽ കല്ലും കാര്യങ്ങളൊക്കെ കൂടുതൽ. അവിടെ കളർ കണ്ടില്ലേ, അത് കല്ലാണ്. അപ്പം ചരൽ മണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്നു തുടങ്ങി. പൊടിമണ്ണും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇതിൻ്റെ ഒരു ഭൂമിയുടെ ഒരു ഘടന മാറി.
സോ ഈ റോഡ് നേരെ ബോവിക്കാനം വഴി കാസർഗോഡേക്കാണ് പോകുന്നത്. ഇതുവഴി പോയാൽ 16 കിലോമീറ്റർ ആണ് ബോവിക്കാനത്തേക്ക്. ബോവിക്കാനത്ത് നിന്ന് കാസർഗോഡ്. ഇവിടുത്തെ മണ്ണെല്ലാം കണ്ടില്ലേ, മാറി മാറി വരികയാണ്. സ്ഥലത്തിൻ്റെ അങ്ങനെ പല ടെറൈനിലേക്കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ഈ 3 ടൈപ്പ് ഏരിയാസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ ബോവിക്കാനം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടല്ലേ, ലെഫ്റ്റ് റൈറ്റുള്ള ആ മരങ്ങളുടെ ഇതെല്ലാം മാറി. ഒരു ഇരുപൂൾ മരമല്ലേ, ഇരുപൂള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയാം, നമ്മുടെ നാട്ടിൽ ഇരുപൂൾ എന്ന് പറയും. ഇതൊരു കാട്ടു പ്രദേശമാണ്, ഫോറസ്റ്റ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അതിനിടയ്ക്ക് ജനങ്ങളുണ്ട് എന്നാലും. പക്ഷെ മൊത്തത്തിലുള്ള ഇതിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അക്വേഷ്യാമരാണ്. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഇതും അതേപോലെ മരങ്ങൾ, റോഡ് ഇതെല്ലാം മാറി ആ ഒരു ഏരിയ മൊത്തത്തിലൊന്ന് ചേഞ്ചായി. കണ്ടില്ലേ, ഇതൊരു ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെ ഉണ്ട്, എന്നാൽ അതിനിടയ്ക്കെല്ലാം ഓരോ വീടുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണാനും ഉണ്ട്. റോഡും ഒക്കെ ഭയങ്കര രസമുണ്ട് ഇതിലെ യാത്ര. ഇപ്പം നല്ല ചൂടാണ്, എന്നിട്ടും ഈ ഒരു ഏരിയയിലേക്ക് നല്ല തണൽ, കാരണം മരങ്ങൾ ഫുള്ളുള്ളത് കൊണ്ട് നല്ല തണലും കാര്യങ്ങളും ഉണ്ട് റോഡിലേക്ക്. നമ്മൾ ബോവിക്കാനത്തേക്ക് ഇനി വലിയ ദൂരം ഉണ്ടാവില്ല. നമ്മളങ്ങനെ ബോവിക്കാനത്തേക്ക് എത്തി. ഇവിടുന്ന് വീണ്ടും സ്ട്രെയിറ്റ് ആണ് കാസർഗോഡ്. ആ വെയിലൊന്ന് മങ്ങിയതാണ്, മൊത്തത്തിലെ ആ ഒരു ആംബിയൻസ് മാറിപ്പോയി. ഇതാണ് ബോവിക്കാനം. നമ്മളങ്ങനെ ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കാസർഗോഡേക്ക് ഇനി ഒരു 7-7.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ NH66 പണി നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് ബോവിക്കാനത്ത് നിന്ന് നേരെ ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെറിയ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇതുവഴിയാണ് നാഷണൽ ഹൈവേ 66 പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹൈവേയിലേക്ക് കണക്റ്റായി. സോ ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററിൽ കാസർഗോഡ് ടൗണാണ്. ആ കാസർഗോഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ മഞ്ചേശ്വരം, തലപ്പാടി, അതായത് കർണാടകയിലെ മംഗലാപുരത്തിൻ്റെ ബോർഡർ, നാഷണൽ ഹൈവേ 66 കണക്റ്റ് ആവുന്ന സ്ഥലം. നമ്മൾ തലപ്പാടിയിൽ നിന്ന് മഞ്ചേശ്വരം, അതുകൂടാതെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്ത് കാസർഗോഡ് ടൗണിലെത്തിയിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴാണ് ഈ ചൊർക്കള എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ നമ്മളിപ്പം തലപ്പാടിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തലപ്പാടിയിൽ നിന്ന് പോയി ഇവിടെ എല്ലാം റോഡ് പണി കഴിഞ്ഞ് ക്ലിയർ ആയിട്ടുള്ളത്. സോ വണ്ടി നല്ല സ്പീഡിലാണ് എല്ലാ വണ്ടികളും പോകുന്നത്. എന്തായാലും അപ് ടു 100, അബോവ് 100ലാണ് പോകുന്നത്. എന്തായാലും നല്ല സ്പീഡാണ്. നമ്മുടെ നാഷണൽ ഹൈവേ 66 കണ്ടില്ലേ, എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഇനി കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഒരു വൈബ്. കേരളത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത റോഡും ട്രാവലിങ്ങിൻ്റെ ആ ഒരു കംഫർട്ട്നെസ്സും അത് വേറെ ലെവലായിരിക്കും. നമ്മളിപ്പോഴും ഉപ്പള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ മേലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള പില്ലറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഉപ്പള, മഞ്ചേശ്വരം, അത് കഴിഞ്ഞ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ഇങ്ങനെയൊക്കെയാണ് കാസർഗോഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അങ്ങനെ നമ്മളിപ്പോൾ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കുമ്പള എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതും കാസർഗോഡ് ടൗണൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു ടൗൺ. കുമ്പള റെയിൽവേ സ്റ്റേഷൻ റൈറ്റ് സൈഡിലാണ്. പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക.
ഇവിടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒന്ന് വണ്ടി കണ്ടില്ലേ, MGയുടെ കോമറ്റ് എന്ന് പറയുന്ന വണ്ടിയാണ്. പഴയ ടാറ്റാ നാനോ, എനിക്കൊന്ന് അതിനേക്കാൾ ചെറിയ വണ്ടിയാണ്. പക്ഷെ എന്ത് രസമല്ലേ, ക്യൂട്ട് വണ്ടി. ഒരു ചുഞ്ചുരുവാവേ പോലുണ്ട് വണ്ടീനെ കണ്ടിട്ട്. അത് ഫുൾ ഗ്ലാസും, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ഏരിയ ഉണ്ടാവും, ഫീൽ ചെയ്യും. പണ്ട് ടാറ്റാ നാനോ കാർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ആ വണ്ടിയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യും. ഒരു വാഗണാറിൻ്റെ ഒക്കെ ഉള്ളിൽ ഇരിക്കുന്ന ഫീലാണ് ആ വണ്ടിയിൽ. സെയിം അതുപോലൊക്കെ തന്നെ ഇതിൽ ഉണ്ടാവാനാണ് സാധ്യത. നല്ല രസമുണ്ട്, ഒരു ക്യൂട്ട് വണ്ടി. നമ്മളങ്ങനെ കാസർഗോഡ് ടൗണിലേക്ക് എത്താനായി. അപ്പോൾ ആ ടൗണിലെത്തുന്നതിന് മുമ്പുള്ള നാഷണൽ ഹൈവേയിലെ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന സ്ഥലം മധൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. മധൂർ അവിടെ ഒരു മധൂർ ടെമ്പിൾ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മധൂർ ടെമ്പിൾ, ഒരു അമ്പലമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ എത്തുന്നതിന് കുറച്ച് ബാക്കിലായിരുന്നു തോന്നുന്നു ഒരു മുതലുള്ള ഒരു അമ്പലം ഉണ്ടായിരുന്നല്ലോ, ബബിയ എന്ന് പറയുന്ന കാസർഗോഡ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ ആ ഒരു അമ്പലവും ഇതിൻ്റെ ഇവിടുന്ന് വലിയ ദൂരമില്ല. അപ്പോൾ അതും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വന്ന് കാസർഗോഡ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാസർഗോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാണാം. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് നേരെ പോകുന്നിടത്താണ് റെയിൽവേ സ്റ്റേഷൻ. അതുകൂടാതെ KSRTC ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നാഷണൽ ഹൈവേ 66 സ്ട്രെയിറ്റ് പോകുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ വന്ന ചൊർക്കള വരെ അതുവഴി അങ്ങനെ പോകുന്നതാണ് NH66. ഇവിടുന്ന് ഈ ടൗണിൽ നിന്ന് റൈറ്റ് എടുത്ത് നേരെ നമ്മൾ കാഞ്ഞങ്ങാട്, അതായത് ശരിക്കും കോസ്റ്റൽ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ടച്ച് ചെയ്ത് പോകണം. അപ്പോൾ കാഞ്ഞങ്ങാട് ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഒരു സർക്കിളിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് അങ്ങനെ പോകണം. ചന്ദ്രഗിരി പാലം വഴി പോകണം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചന്ദ്രഗിരി വഴി പോകുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ സർക്കിളിൽ നിന്ന് നേരെ റൈറ്റ് എടുത്ത് ചന്ദ്രഗിരി പാലം വഴി പോകാൻ വേണ്ടിയിട്ട് ഇതാണ് ചന്ദ്രഗിരി പുഴയും ചന്ദ്രഗിരി പാലവും. ഈ ചന്ദ്രഗിരി പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കാഞ്ഞങ്ങാട്. അതിന് മുന്നെയാണ് ബേക്കൽ ഫോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ചന്ദ്രഗിരി പുഴ കാണാൻ പറ്റും. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്നത് എനിക്കിപ്പോൾ നിങ്ങളെ അത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് മേൽപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ അടുത്തുനിന്ന് റൈറ്റിലേക്ക് പോകുന്നിടത്താണ് ചന്ദ്രഗിരി ഫോർട്ടും കാര്യങ്ങളുള്ളത്. ചന്ദ്രഗിരി കോട്ട കേട്ടിട്ടില്ലേ? ചന്ദ്രഗിരി കോട്ട ഇവിടുന്ന് റൈറ്റിലേക്കാണ്. നമ്മളിപ്പോൾ ഒരു പള്ളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ കഴിഞ്ഞിട്ടാണ് കാപ്പിൽ ബീച്ച്. റൈറ്റ് സൈഡിലേക്ക് കാപ്പിൽ ബീച്ചിലേക്ക് പോകാനുള്ള റോഡുണ്ട്. ഇവിടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള അത്യാവശ്യം ഒരു ഫേമസ് ബീച്ചാണ് കാപ്പിൽ ബീച്ച്. പിന്നെ മെയിനായിട്ട് ബേക്കലിലാണ്, ബേക്കൽ കോട്ടയും അതിനനുസരിച്ചുള്ള ബീച്ചും. ഇവിടുന്ന് റൈറ്റിലേക്കാണ് കാപ്പിൽ ബീച്ചിലേക്ക് പോകേണ്ടത്. അങ്ങനെ കാപ്പിൽ ബീച്ചിന്റെ സ്ഥലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് പാലക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഈ പാലക്കുന്ന് ടെമ്പിള്, നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതാ കാണുന്ന ഗോപുരം, അത് പാലക്കുന്ന് ടെമ്പിളിൻ്റെ ആണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ഇത്. വലിയ ഉത്സവവും കാര്യങ്ങളും നടക്കുന്ന ഒരു അമ്പലം കൂടെയാണ്. ഞാനിപ്പം തൃക്കണ്ണാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ തൃക്കണ്ണാട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ
അതിപ്പോൾ ആലുവ മണപ്പുറം പോലെ തൃക്കണ്ണാപുരം, അതായത് മരിച്ച ആൾക്കാരെ കൊണ്ട് ഇരുത്തുക എന്നൊക്കെ പറയും ഹിന്ദു ആചാരപ്രകാരം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് ആ ഒരു ടെമ്പിള്, ഇതാണ് ആ ഒരു അമ്പലം. നമുക്ക് ഇവിടുന്ന് ഇതിപ്പോൾ ഹൈവേ ആണ്. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണുന്നത് കടലാണ്. അപ്പോൾ ഈ കടലിൽ നിന്ന് കടലിൽ മുങ്ങി കടലിൽ കുളിച്ച് അമ്പലത്തിൽ വന്ന് തൊഴുത് ഇവിടെയുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ മരിച്ച ആൾക്കാരെ നമുക്ക് ഇവിടെ കൊണ്ട് അവരെ ഇരുത്തുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. അപ്പം അങ്ങ് കാണുന്ന കല്ല് കണ്ടില്ലേ, ആ കല്ല് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ അച്ചാച്ചനും അവരൊക്കെ മരിച്ച സമയത്ത് ഇവിടെ വന്ന സമയത്ത് ആ കല്ല് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും ഞാൻ ഇവിടെയാണ് വന്നത്. അതൊരു ആചാരമാണ്, ഒരു വാവ് ദിവസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വാവ് ദിവസങ്ങളിൽ ഇവിടെ അവരെ ഓർത്തുകൊണ്ട് ഇവിടെ ബലിയിടുകയും ആലുവ മണപ്പുറത്തൊക്കെ ഉള്ള പോലത്തെ ഒരു ചടങ്ങ് ആ ഒരു ഇത് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പം ഇവിടെ വന്ന് ഈ കടലിൽ കുളിച്ച് ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും, ഇവിടെ എല്ലാം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ കടലിൽ കുളിച്ച് നമ്മളിവിടെ വന്ന് തൊട്ട് പ്രസാദം ഇവിടെ ഒരു അമ്പലങ്ങളുണ്ട്. അമ്പലത്തിൽ പൂജ ചെയ്യുക. പൂജ ചെയ്തതിന് ശേഷം ബലിയിട്ടതിന് ശേഷം തിരിച്ച് അങ്ങനെയാണ് അമ്പലത്തിൽ അകത്ത് കയറാൻ പറ്റും, ചുറ്റമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോൾ ശരിക്കും നല്ല ഒരു വൈകുന്നേര സമയമായി, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ നമുക്ക് പോവാം, ഇവിടുന്ന് പതുക്കെ നമുക്ക് പോയി കണ്ടല്ലേ. ഭയങ്കര രസമാണ് ഇവിടെ. ശരിക്കും ഭയങ്കര വില കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരുപാട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഭയങ്കര രസമാണ്. ഇവിടുന്ന് മഴക്കാലത്തൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം കയറി വരും. അപ്പോൾ തന്നെ ആ കടൽ ഇറങ്ങുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കല്ല് കാണും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ കല്ല് ഞാൻ കണ്ടു. പിന്നെ അച്ഛൻ മരിച്ച അച്ഛൻ്റെ ഇതുമായിട്ട് വന്ന സമയത്ത് അത് കാണാനുണ്ടായിരുന്നില്ല. പിന്നെ മൺതിട്ടൊന്നും ഇങ്ങനെയായിരുന്നില്ല, കുറച്ചും കൂടെ നിരപ്പായിരുന്നു. അതിപ്പം വീണ്ടും അത് കല്ല് കാണാൻ തുടങ്ങി, അവിടെ മൺതിട്ടയായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രസമുള്ള സ്ഥലമാണിത്. അപ്പം ഞാൻ ഇങ്ങനെ മംഗലാപുരം സൈഡ് അങ്ങനെ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴത്തെ നാഷണൽ NH-66 പോകാറില്ല. ഞാൻ ഈ ഒരു വഴി തന്നെയാണ് വരാറ്. കാരണം ഒന്ന്, കാഞ്ഞങ്ങാട് വഴിയുള്ള ഈ ഒരു ചന്ദ്രഗിരി പാലം കടന്ന് കാസർഗോഡ് വരെയുള്ള ഈ റോഡ് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇതുവഴി വരുമ്പോഴാണ് അച്ഛൻ ഇവിടെയാണ് എന്നുള്ള ആ ഒരു സങ്കല്പമാണ്. അപ്പം ഇവിടെ വന്ന് പോകുമ്പം വഴിയിൽ അമ്പലത്തിലൊന്നും കയറിയില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് മനസ്സിൽ സ്മരിച്ചിട്ട് പോവാന്ന് പറയുന്നത് അതൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെയാണ് എന്നുള്ള ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ ബേക്കലിലെത്തി. ഇത് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് ബേക്കൽ കോട്ടയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ബേക്കൽ കഴിഞ്ഞ് അങ്ങനെ ബേക്കൽ കോട്ടയിലേക്കുള്ള എൻട്രി സ്ഥലവും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. ഇനി നേരെ എത്തുന്നത് നമുക്കിനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടാണ്, കാഞ്ഞങ്ങാട് ടൗൺ. അപ്പോൾ കാഞ്ഞങ്ങാട് ടൗൺ ഭയങ്കര ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ടൗണാണ്. അത്യാവശ്യം ഇപ്പം കാസർഗോഡിൽ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ അത്രയും പറയുന്നുണ്ടാകുന്നുണ്ടായിരുന്നു കാസർഗോഡ് ടൗണിൽ. നേരെ മറിച്ച് കാഞ്ഞങ്ങാട് ടൗൺ ഭയങ്കരമായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ടൗണാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ ലോഡ് ചരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചരിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല, പക്ഷെ അത് ചരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് കാണുന്നില്ലേ, ബോഡി തന്നെ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട്. സാധാരണ ഉണ്ടാവുന്നതാണ്. അതിനിപ്പം നേരെ ഇപ്പുറത്തോട്ട് വരുന്ന റോഡ് വരുമ്പോൾ അതിപ്പുറത്തോട്ട് കാഞ്ഞങ്ങാട് എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു സ്ഥലമാണ്. പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരു രസം തോന്നും. മടിയൻ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ലൊരു ടൗണാണിത്. ഒരുപാട് ഹോസ്പിറ്റൽസും അതുപോലെ ജ്വല്ലറീസും ബ്രാൻഡുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട്. പിന്നെ കാസർഗോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് ഒരു പിന്നോക്ക ജില്ലയേ അല്ല. അങ്ങനെ അതിൻ്റെ അങ്ങനത്തെ ചില ഭാഗങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ക്യാഷുള്ളതും അതുകൂടാതെ ലക്ഷറി വണ്ടികളുള്ളതുമായിട്ടുള്ള സ്ഥലം എൻ്റെ അറിവിൽ കാസർഗോഡാണ്. അപ്പോൾ നല്ല നല്ല വലിയ ബിസിനസ്സുകാരും ഒക്കെയുള്ള സ്ഥലം കാസർഗോഡ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ലക്ഷറിയസ് ആയിട്ട് ഉള്ള ഒരു സ്ഥലം കണ്ടിട്ടുള്ളത് തൃശ്ശൂരാണ്. പിന്നെ മറ്റൊന്ന് പത്തനംതിട്ടയുടെ കുറേ ഉൾഭാഗങ്ങൾ. പിന്നെ അവിടെ എല്ലാവരും ഇവിടെയൊക്കെ കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടിയ സ്ഥലമാണ് കാഞ്ഞങ്ങാട്. നമ്മളങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് എത്തി. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലമാണ്. എന്നാലും ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദുസും മുസ്ലിംസും ഒക്കെ ഉണ്ട്. പിന്നെ നേരെ മറിച്ച് ഇപ്പോൾ പത്തനംതിട്ട അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പോയിട്ട് കണ്ടതാണ്. അപ്പോൾ കൂടുതലും ക്രിസ്ത്യൻ ഫാമിലീസാണ്. പക്ഷെ അവിടെ ഒന്നും വീട്ടിൽ ഒന്നും അങ്ങനെ പ്രായമുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവർ മക്കളൊക്കെ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കുടിയേറിയവരായിരിക്കും. നേരെ മറിച്ച് ഇവിടെയുള്ള എല്ലാവരും വിത്ത് ഫാമിലി മേ ബി വേണമെന്നുണ്ടെങ്കിൽ ഗൾഫ് കൺട്രീസിലായിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരാളെങ്കിലും ഗൾഫിലായിരിക്കും. അത് മസ്റ്റാണ്. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു ടൗണാണിത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് ഒക്കെ കാണാം. കാഞ്ഞങ്ങാട് ടൗണും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ നാഷണൽ ഹൈവേ 66 നമ്മൾ മർജാവും. അങ്ങനെ മർജായിട്ടാണ് പിന്നെ നമ്മൾ ഹൈവേ ത്രൂ ആണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് നമുക്ക് ഈ പിന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ളതാണ് വലിയ പറമ്പ ബാക്ക് വാട്ടറും കാര്യങ്ങളൊക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് സ്ഥലമാണ്. ഭയങ്കര രസമാണ്. അവിടെ ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാനുണ്ട്. നമ്മൾ കയറി നാഷണൽ ഹൈവേ 66 മർജാവും. ഇവിടുന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്ററാണ് നമുക്ക് നീലേശ്വരത്തേക്ക്. മുൻപ് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ റെയിൽവേ. അപ്പോൾ അത് ഈ ബ്രിഡ്ജാണ്. കാസർഗോഡ് നിന്ന് നീലേശ്വരത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഈ ഒരു ഫ്ലൈ ഓവർ. ഇപ്പം പിന്നെ നമ്മുടെ NH പണി നടക്കുന്നതുകൊണ്ട് ഒരുപാട് വലിയ വലിയ റോഡുകൾ വന്നിട്ടുണ്ടാവും. ഇത് അങ്ങനെ ഒരു ബ്രിഡ്ജാണ്, നീളം കൂടിയത്. നമ്മളങ്ങനെ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണ് നമുക്ക് നെഹ്റു കോളേജ് കാണാൻ പറ്റുക. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നെഹ്റു കോളേജ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ നീലേശ്വരത്തേക്ക് എത്തി. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീലേശ്വരമായി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടാവും നീലേശ്വരം പാലസ് കാണാൻ. നീലേശ്വരം കഴിഞ്ഞ് ചെറുവത്തൂർ എത്തുന്നതിന് മുമ്പ് ഉള്ള ഈ ഒരു സ്ഥലത്താണ് മുമ്പ് ഇപ്പോഴും RTO ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. പക്ഷെ മുമ്പ് അത് ചെറിയ റോഡും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ഇവിടെയാണ് RTO ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇപ്പൊ പിന്നെ ഈ GST കാര്യങ്ങൾ വന്നുകൊണ്ട് കുറെ ചെക്ക് പോസ്റ്റുകളൊക്കെ ഒഴിവായിട്ടുണ്ടാവും. ഇപ്പോഴും ആ ഓർമ്മ പുതുക്കാനായിരിക്കും കുറെ ലോറികൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ഒരു RTO ചെക്ക് പോസ്റ്റ്.
അങ്ങനെ നമ്മൾ ചെറുവത്തൂര് ടൗണിലേക്ക് എത്തി. ചെറുവത്തൂര് കഴിഞ്ഞ് ചീമേനി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചെറുവത്തൂര് കഴിഞ്ഞ് ഇതാണ് പഴയ ഹൈവേ. അപ്പോൾ ഈ ഹൈവേ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഇനി പയ്യന്നൂരും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. നേരെ കണ്ണൂര്, പയ്യന്നൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഈ ചെറുവത്തൂർ ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് ചീമേനി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് തുറന്ന ജയിൽ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ തുറന്ന ജയിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് കിട്ടുക. അങ്ങനെ അതുവഴി പോകുമ്പോഴാണ് എൻ്റെ നാട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റുക. അങ്ങനെ ഇവിടുന്ന് റൈറ്റിലേക്ക് കാണുന്ന അത് ആ റോഡ് ക്ലോസ്ഡ് ആണ്. അത് ഹൈവേ ആണ്, പഴയ ഹൈവേ. അത് ക്ലോസ് ചെയ്തു. നമ്മളിങ്ങനെ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡിലേക്ക് കയറി. ഞാൻ ചീമേനി എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ലൈഫിൽ ചില സന്ദർഭങ്ങൾ, ചില അനുഭവങ്ങൾ, ചില ആൾക്കാർ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചിലപ്പം മറക്കൂലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു അനുഭവം, അങ്ങനെയുള്ള ഒരു ആളും ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. ലൈഫിൽ ചിലപ്പം നമ്മൾ ചില കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് മോശക്കാരനാക്കുകയും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ സംടൈംസ് അത് നമ്മളെ ചിലപ്പോൾ ഉറക്കത്തിൽ പോലും അത് വിഷമിപ്പിക്കും അല്ലേ? അപ്പോൾ അത്തരം അനുഭവം ഉണ്ടായ ഒരു സ്ഥലമാണിത്. അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു, അത് ഞാൻ ഒരു സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ലൈഫ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച വഴികളും, അല്ലെങ്കിൽ ഞാൻ വന്ന വഴികളും, ഞാൻ അനുഭവിച്ച കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കൽ ഞാനിത് പറയും. അത് അതിൻ്റെ ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ മരണം അത് നല്ലൊരു മരണമായിരുന്നില്ല. അപ്പോൾ ഏതൊരു മക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എൻ്റെ അച്ഛനും സംഭവിച്ചത്. മരണമാണ്, പക്ഷേ അത് നടന്നത് കുറച്ച് വേദനിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിനെ വരെ ടാർഗറ്റ് ചെയ്തിട്ട് ഇമോഷണലി നമ്മളിങ്ങനെ എന്താ പറയുക, ലോക്ക് ചെയ്തിട്ട് സംസാരിച്ച ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ 1-2 ആൾക്കാരുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫ്, എനിക്കത് എനിക്ക് എൻ്റെ ശ്വാസം ഉള്ളിടത്തോളം കാലം എനിക്കത് മറക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പിന്നെ ആരെയും അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ഞാൻ പോവില്ല. പക്ഷേ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അപ്പോൾ അത് മേ ബി അതൊന്നെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക്, അല്ലെങ്കിൽ അയാൾക്ക് അത് വന്ന് ഭവിക്കുമ്പോൾ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. നമ്മൾ മരിച്ചുപോയ ഒരാളെ പറ്റി, അതും നല്ലൊരു മരണമായിരുന്നെങ്കിലും ഓക്കെ, അത് അത്രയും വേദനയുണ്ട്. അപ്പോൾ അതൊരിക്കലും ആളും അനുഭവിക്കും. അതെൻ്റെ ശാപമൊന്നുമല്ല, അത് അങ്ങനെയാണ്. അത് അത്രയും വേദനയുണ്ട്. ഞാൻ ഓരോ സെക്കൻഡും എനിക്കത് ഭയങ്കര, അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ പിന്നെ ആളുമായിട്ടുണ്ടായിരുന്ന ഒരു ഇടപാട് പോലും ഞാനത് വളരെ, ഒരിക്കലും വേറൊരാളാണെങ്കിൽ അത് ചെയ്യില്ല, പക്ഷെ ഞാനത് ചെയ്തു. അതെന്താ വെച്ചാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ പെട്ടാൽ അത് ഭയങ്കര മോശമാണ്, അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. ഇത്രയും ഒരു വല്ലാത്തൊരു ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ, അത് പറയാൻ പറ്റില്ല. എനിവേ, അതെല്ലാം ഒരു ദിവസം ഞാൻ പറയാം. എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ കരിയർ, എൻ്റെ ജീവിതം, എൻ്റെ കരിയർ, അതൊക്കെ ഒരു ദിവസം ഞാൻ റിവീൽ ചെയ്യും. അന്ന് നമുക്കിതെല്ലാം ഡിസ്കസ് ചെയ്യും. നമ്മളങ്ങനെ ചീമേനി ടൗണിലെത്തി. അങ്ങനെ ചീമേനി ടൗണും കഴിഞ്ഞ് നമ്മൾ പോകുമ്പം ചീമേനിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്, ചീമേനി മുണ്ടിയ എന്ന് പറയുന്നത്. തെയ്യങ്ങളൊക്കെ ഈ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലാണല്ലോ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഒരു
ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഇവിടെ തൊട്ട് മോളിലുള്ള ചീമേനി മുണ്ടിയ എന്ന് പറയുന്ന ഒരു അമ്പലം ഉള്ളതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ഗേറ്റിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. അപ്പം നമ്മൾ അവിടെ ഉത്സവം നടക്കുന്നത് എനിക്ക് തോന്നുന്നു മെയ് മാസത്തിലാണോ എന്ന് എനിക്കൊരു ഡൗട്ട്, അറിയില്ല, ഓർമ്മയില്ല അതാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ ചീമേനി ടൗണും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ചീമേനിയിലെ കേരളത്തിലെ ഏക ഓപ്പൺ ജയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതും കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ്. അങ്ങനെ ഓപ്പൺ ജയിൽ, തുറന്ന ജയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ചീമേനിയിലാണ്. പിന്നെ ഈ ഒരു സ്ഥലം, ഈ ഒരു റോഡും കാര്യങ്ങളും കുറച്ചപ്പുറം എത്തുമ്പം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഇതാ ഇവിടെ ഈ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇത് തന്നെയാണോ സ്ഥലം എന്നുള്ളത്. നമ്മുടെ പ്രേമലു എന്ന് പറയുന്ന ഫിലിമിലെ ഒരു സെക്കൻഡ് ഹീറോയിനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അതിലൊരു അനിയത്തിക്കുട്ടിയൊക്കെ ഇങ്ങനെ കരയുന്ന ഒരു സീനൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. എന്താണ്, എന്തോ ഒരു ഗ്യാരേജാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്തോ ഗ്യാരേജോ വർക്ക്ഷോപ്പ് അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് ചെയ്ത ഭാഗം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടി വന്ന് ഇരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ്, ആ ഒരു സീനിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ബസ് സ്റ്റോപ്പ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നമ്മുടെ നാടാണ്. ഈ ഒരു സ്ഥലത്തേക്കൂടെ നമ്മൾ മഴക്കാലത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റൊക്കെ ഈ പാറ ഏരിയ കംപ്ലീറ്റ് പുല്ല് പച്ചപ്പ് വന്നിട്ട് ഒരു എന്താ പറയുക, നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിൻ്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടു നോക്കുക, അതിൻ്റെ ഒരു ഫീലായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ. ഭയങ്കര രസമാണ്. മഴക്കാലത്ത് ഭയങ്കര വൈബുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടുന്ന് കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് CRP ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണുക. അത് കണ്ണൂർ ജില്ലയിലാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ചീമേനിയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനി എൻ്റെ നാട്ടിലോട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരള റോഡ് ട്രിപ്പ് ട്രാവൽ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാസർഗോഡ് ജില്ലയുടെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ കാസർഗോഡ് ജില്ലയിൽ മൺസൂണിൽ കാണേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. റാണിപുരം പോലെയുള്ള ഭയങ്കര രസമുള്ള സ്ഥലങ്ങളുണ്ട്. ബാക്ക് വാട്ടർ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ബീച്ചസ് ഉണ്ട്, അമ്പലങ്ങളുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങളുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിതിൽ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ബൈ.